ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ CTET എക്സാം സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അപ്പൊ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഇനി ദിവസങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും സെപ്റ്റംബറിലോട്ട് എടുക്കുന്നത്. അപ്പൊ പിന്നീട് നമുക്ക് പഠിക്കാന്ന് പറയാനായിട്ട് CTET അത്രയും എളുപ്പമുള്ളൊരു എക്സാം അല്ല അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ CTET 2 സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് അല്ല ആക്ച്വലി പഠിക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻസിലൂടെ ആ ഒരു ഏരിയ ആണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ എഴുതുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ ചെയ്യുന്നു, അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് ആ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ആ ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ നിങ്ങൾക്ക് അറിയില്ല, അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചു തുടങ്ങണ്ടേ. ഇപ്പൊ ആക്ച്വലി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, ആ സിലബസ് നന്നായിട്ടൊന്ന് പഠിക്കണം, അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ എല്ലാ കോൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞ് റിവിഷന്റെ ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എന്നങ്ങനെ വിചാരിക്കരുത്. ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. ഇന്നിപ്പോ ഞാൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി എന്നുള്ളതാണ്. സോ നമ്മുടെ CCയിൽ ഉള്ള കഴിഞ്ഞ നമ്മുടെ CTET റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും സ്റ്റുഡൻസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ കൗണ്ട് ചെയ്ത് കഴിയുന്നതിന് മുൻപുള്ള ഒരു പോസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ടു ബി കണ്ടിന്യൂഡ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ആണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിന് അർഹരായിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതിൽ തന്നെ പല ബാച്ചിൽ ജോയിൻ ചെയ്തവരുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും. കാരണം എക്സാം അടുക്കുന്ന സമയത്ത് ഒരുപാട് ഹർബറിയായി പഠിച്ച് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ അങ്ങനെയല്ല, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ അവർ ഓൾറെഡി നേരത്തെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരാണ്. അപ്പൊ അവർക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സ്പൈറൽ കരിക്കുലം. അപ്പൊ ആരുടെയാണ് സ്പൈറൽ കരിക്കുലം എന്ന കാര്യം നമുക്കറിയണം അല്ലെ. ആരുടെയാണ് സ്പൈറൽ കരിക്കുലം എന്നത് നമുക്കറിയണം. അതിനോടൊപ്പം തന്നെ എന്താണ് സ്പൈറൽ കരിക്കുലം എന്നൊരു കാര്യം നമുക്ക് അറിയണം. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നോക്കിക്കേ: റെപ്രസെന്റിംഗ് ഇൻഫർമേഷൻ ത്രൂ ആക്ഷൻസ്, repeating the same content again and again, provide the topics at an increasing level of complexity, provide complex topic initially then simplify it. ഇതാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം കണ്ടോ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. സ്പൈറൽ കരിക്കുലം നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. സ്പൈറൽ കരിക്കുലം അറിയില്ലെങ്കിൽ അത് എന്താണെന്ന് നോക്കണം, അത് ആരുടെയാണെന്ന് നോക്കണം. ആരുടെയാണ് ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്? നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബ്രൂണറുടെ അല്ലെ, ജെറോമസ് ബ്രൂണറുടെയാണ് ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. സോ സ്പൈറൽ കരിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ടു കോംപ്ലക്സ്. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും പിന്നെ കോംപ്ലക്സ് ലെവലിൽ കൂടിയിട്ടുള്ള കരിക്കുലം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും റെപ്രസെന്റിംഗ് ദ ഇൻഫർമേഷൻ ത്രൂ ആക്ഷൻസ് അതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നത്. നമ്മുടെ എക്സാം ഹാളിൽ ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ദെൻ റിപ്പീറ്റിംഗ് ദ സെയിം കണ്ടന്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതും എന്താണ്? നമ്മൾ സെയിം കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നോ? അതും എന്താണ്? തെറ്റാണ്. ഇനി പ്രൊവൈഡ് ടോപ്പിക്സ് അറ്റ് ആൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. അതല്ലേ സ്പൈറൽ എന്ന് പറയുന്നത്. നമ്മൾ സ്പൈറൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആദ്യം സിമ്പിൾ നിന്ന് തുടങ്ങി പിന്നെ അതിന്റെ കോംപ്ലക്സിറ്റി കൂടി വരുന്നു. അതാണ് ആക്ച്വലി ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ C ആണ്, പ്രൊവൈഡ് ടോപ്പിക്സ് അറ്റ് ആൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമ്മുടെ സ്പൈറൽ കരിക്കുലം ജെറോമസ് ബ്രൂണറിന്റെ ആണെന്ന് മനസ്സിലായി. എന്താണ് സ്പൈറൽ കരിക്കുലം എന്ന് മനസ്സിലായി. ദെൻ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് എന്ന കാര്യം കൃത്യമായി. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാം.
Just ഞാൻ വായിക്കാം. Spiral curriculum, a concept developed by cognitive psychologist Jerome S. Bruner, is an educational approach where key concepts are revisited multiple times throughout a student's education. So each time a topic is revisited, it is taught which increasing the complexity and depth. So building upon the student's previous knowledge. So this iterative process allows the learners to master the basic facts first before moving on to the more advanced and refined aspects of the സബ്ജക്ട് അല്ലെ. അപ്പൊ അതിന്റെ ഡീപ്പ് ലെവലിലോട്ട് പോകും തോറും അതിന് മുൻപായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അത് കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കണം, എന്നിട്ട് മാത്രമേ അതിന്റെ കോംപ്ലക്സ് ഒരു ഡീപ്പ് ലെവലിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജെറോം എസ് ബ്രൂണർ പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ സിലബസിൽ, നമ്മുടെ സീറ്റിന്റെ സിലബസിൽ NCF-ഉം KCF 2023 പറ്റി പറയുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ സിലബസ് ബേസ്ഡ് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സീറ്ററ്റില് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മുടെ NEP 2020 ആണെങ്കിലും KCF, NCF ഒക്കെ നമുക്ക് ഈ റീസെന്റ് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതും കൂടെ പഠിക്കണം. അപ്പൊ ഹൗ മെനി ഫോക്കസ് ഏരിയാസ് ആർ ഇൻ KCF 2023? കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. 26 ആണ്. 26 ഫോക്കസ് ഏരിയാസ് ആണ് KCF 2023 ഉള്ളത്. സോ ദ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് നമ്മൾ 2007 ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. NCF 2005-ഉം KCF 2007-ഉം അതായിരിക്കും മിക്കവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവുക. ഈ 23 അറിയുന്നവര് കുറവായിരിക്കും. So as outlined in the discussions for the revision of the curriculum by the General Education Department, included 26 focus areas that are critical for the development of the framework. Then these focus areas cover a wide range of topics including early childhood care, science education, language education, environmental education, vocational education and teacher education. അപ്പൊ ഈ 26 ഫോക്കസ് ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് 26 ഫോക്കസ് ഏരിയാസ് എന്ന് മനസ്സിലാവും. ഞാൻ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ചൈൽഡ്ഹുഡ് കെയറിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, സയൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഉണ്ട്, ദെൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചൈൽഡ്ഹുഡ് കെയറും സയൻസ് എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, ദെൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അഡോളസൻസ് ഈസ് എ പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് വിച്ച് ഇൻഡിക്കേറ്റ്സ്. അപ്പൊ അഡോളസൻസ് ഉള്ള ഭാഗം ഇപ്പൊ നമ്മുടെ കേട്ടറ്റിലാണെങ്കിലും ചോദിക്കുന്നതാണ്, നമ്മുടെ സീറ്ററ്റിലും അഡോളസൻസ് സൈക്കോളജി ആണ് അല്ലെ. സോ അഡോളസൻസ് ഉള്ള ഭാഗം എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അഡോളസൻസിന് അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അഡോളസൻസിനെ ആ ഒരു പീരീഡിലുള്ള കുട്ടികളെ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ, ചലഞ്ചസ് ആൻഡ് ടേർമോയിൽ ആണോ, ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ? സോ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആടി ഉലയുന്ന ഒരു കൊടുങ്കാറ്റ് പോലുള്ള ഒരു പീരീഡ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ആ സമയത്താണ് നമ്മുടെ മനസ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഫിസിക്കൽ ഗ്രോത്ത് ആണെങ്കിലും എല്ലാ ഡെവലപ്മെന്റും നല്ല രീതിയിൽ വളരുന്നതാണ്. അതിനൊപ്പം തന്നെ മീൻസ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ മനസ്സിങ്ങനെ ചാഞ്ചാടുന്ന പ്രായം എന്നൊക്കെ പറയില്ലേ അല്ലെ. ചാഞ്ചാടുന്ന ഒരു പ്രായമാണ് സ്റ്റോം ആൻഡ് സ്ട്രെസ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കലും ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ല അല്ലെ. അതൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ല, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ല. ഡെവലപ്മെന്റ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പേരല്ലേ പറയുന്നത്. സോ അതൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. മീൻസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല, സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണോ? അതും അല്ല. എന്താണ് ആൻസർ? ഓപ്ഷൻ സി, ചലഞ്ചസ് ആൻഡ് ടേർമോയിൽ ആണ്. അതായത് ആ സമയത്ത് അവർക്ക് ഒരുപാട് ചലഞ്ചസും എല്ലാം വരുന്നൊരു പ്രായമാണ് അല്ലെ. നമ്മുടെ എറിക് എറിക്സന്റെ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് അത് ഉള്ളതാണ് നമ്മുടെ അഡോളസൻസ്. അതായത് തന്റെ സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ്. അത് ഞാൻ ആരാണ്, എന്റെ അംബീഷൻ എന്താണ്, ഞാൻ ആരായി തീരണം എന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ചു കഴിഞ്ഞാലൊന്നും അവർക്ക് ഇഷ്ടാവില്ല. ആ ഒരു പ്രായമാണ് നമ്മുടെ അഡോളസൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ചലഞ്ചസ് ആൻഡ് ടേർമോയിൽ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ദ ഫ്രേസ് storm and stress, originally Sturm and Drang, okay, was coined by psychologist G. Stanley Hall
in 1904 to describe the adolescent stage of development. So ആരാണ് ഈ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നുള്ള വാക്ക് ആരാണ് ഇവിടെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹാൾ ആണ്. അപ്പൊ ചിലപ്പോ നെക്സ്റ്റ് ടൈം എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്തവണ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നത്. സോ ജി സ്റ്റാൻലി ഹാൾ in 1904 to describe the adolescent stage of development. It indicates that this period is characterized by ഒന്ന് turmoil and conflict, then നോക്കിക്കേ heighten the emotionality and identity crisis. Identity crisis ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എറിക് എറിക്സൺ ആണ് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആ ഒരു സ്റ്റേജിനെ പറ്റി പറയുന്നത്. സോ turmoil and conflict എന്ന് പറയുന്നത് adolescents often experience a turbulent time, ഒരു ചാഞ്ചാട്ടം, charged with the mood swings and conflict with authority figures, particularly parents. അവരോടാണ് കൂടുതലും, ഫ്രണ്ട്സിനോടൊക്കെ ഒക്കെ ആയിരിക്കും, പക്ഷെ ഈ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാർ നമ്മുടെ പാരന്റ്സ് ടീച്ചേഴ്സിനോടൊക്കെ ആയിരിക്കും ഒരു വിയോജിപ്പ് ഉണ്ടാവുന്നത്. ഇനി heightened emotionality, that is rapid physical and hormonal changes leads to increased sensitivity, irritability and stress അല്ലെ. ഇനി ഐഡന്റിറ്റി ക്രൈസിസ് മീൻസ് the struggle to transition from childhood adulthood creates ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അത് ശരിക്കും അഡോളസൻസ് പറയുന്നത് ആരാണ്? അവര് ആ കുട്ടികളിൽ നിന്നും കുട്ടികളോ അല്ല മുതിർന്നവരോ അല്ലാത്തൊരു കാലഘട്ടമാണ് അഡോളസൻസ് പറയുന്നത്. സോ അതൊരു ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് ആണ് അല്ലെ നമ്മുടെ അഡോളസൻസ് പറയുന്നത്. സോ ക്രിയേറ്റ് സിഗ്നിഫിക്കന്റ് സൈക്കോളജിക്കൽ പ്രഷർ ആൻഡ് അൺസർട്ടനിറ്റി അബൌട്ട് വൺസ് റോൾ ഇൻ എ സൊസൈറ്റി. ഒരു അൺസർട്ടനിറ്റി ആണ്, അതായത് ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനാവാത്ത അല്ലെങ്കിൽ ആ സമയത്ത് അതൊക്കെ അന്വേഷിക്കുന്ന ഒരു പ്രായം, അതാണ് അഡോളസൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇതും അഡോളസൻസിനെ കുറിച്ചും എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ലീഗൽ കോൺസെപ്റ്റ് വിച്ച് ഹോൾഡ്സ് ദാറ്റ് juvenile offenders should be treated differently from adult offenders due to their age and developmental stage. നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു മെജോറിറ്റി സ്റ്റുഡൻസും ഇതിലോട്ടായിരിക്കും പോകുന്നത്, ജുവനൈൽ പ്രിവിലേജ് അല്ലെ. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് എന്ത് കൊടുക്കുവാണ് അവിടെ? ലീഗൽ കോൺസെപ്റ്റ് വിച്ച് ഹോൾഡ്സ് ആൻഡ് ജുവനൈൽ ഒഫൻഡേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെന്റ്ലി ഫ്രം അഡൾട്ട് ഒഫൻഡേഴ്സ് ഡ്യൂ ടു ദെയർ ഏജ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെ. അവരുടെ ഏജും അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒക്കെ പരിഗണിച്ച് അഡൾട്ടിന് കൊടുക്കുന്ന ഒരു ശിക്ഷ ഒന്നും ആയിരിക്കില്ല ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ജുവനൈൽ ഒഫൻഡേഴ്സ് അല്ലെ, കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ നെയിം ദ ലീഗൽ കോൺസെപ്റ്റ് വിച്ച് ഹോൾഡ്സ് ദാറ്റ് ജുവനൈൽ ഒഫൻഡേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെന്റ്ലി ഫ്രം അഡൾട്ട് ഒഫൻഡേഴ്സ് ഡ്യൂ ടു ദെയർ ഏജ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. സോ അത് ജുവനൈൽ പ്രിവിലേജ് എന്നല്ല അതിന്റെ പേര്, IPC അല്ല, CRPC അല്ല, ദാറ്റ് ഈസ് പെരൻസ് പെട്രെ. ഓക്കെ, പെരൻസ് പെട്രെ ആണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പെരൻസ് പെട്രെ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ദ ടേം പെരൻസ് പെട്രെ ഈസ് ലാറ്റിൻ ഫോർ പാരന്റ് ഓഫ് ദ ഫാദർലാൻഡ്. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? അതായത് അതിന്റെ ലാറ്റിൻ, അതിന്റെ മീനിങ് ഇതാണ്, പാരന്റ് ഓഫ് ദി ഫാദർലാൻഡ്. സോ ഇൻ എ ലീഗൽ കോണ്ടെക്സ്റ്റ് ഇറ്റ് റെഫേഴ്സ് ടു ദ പബ്ലിക് പോളിസി പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ഇന്റർവീൻ അഗെയിൻസ്റ്റ് ആൻ അബ്യൂസീവ് ഓർ നെഗ്ലിജന്റ് പാരന്റ്, legal guardian or informal caretaker and to act as a supreme guardian of every child or individual who has a legal disability. അതായത് എന്താണ്, ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ പാരന്റ്സോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കെയർ ടേക്കർ ആയിട്ട് ഒരു ഫാദർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. സോ ലാറ്റിൻ ഫോർ പാരന്റ്സ് ഓഫ് ദ ഫാദർലാൻഡ്. കണ്ടോ, public policy power of the state to intervene against an abusive or negligent parent, legal guardian or informal caretaker and to act as a supreme guardian. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, act as a supreme guardian of every child or individual who has a legal disability. അപ്പൊ ഒരു സുപ്രീം ഗാർഡിയൻ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പാരന്റ്സ് പെട്രെ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പാരന്റ് ഓഫ് ദി ഫാദർലാൻഡ് എന്നാണ് അതിന്റെ മീനിങ് തന്നെ അല്ലെ. അതൊരു ലാറ്റിൻ വേർഡ് ആണ് പാരന്റ്സ് പെട്രെ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പാരന്റ്സ് ഓഫ് ദി ഫാദർലാൻഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനിലുള്ള എന്താണ് IPC, അതുപോലെ എന്താണ് CRPC, എന്താണ് ജുവനൈൽ പ്രിവിലേജ് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ലീഗൽ കോൺസെപ്റ്റ്, നെയിം ദ ലീഗൽ കോൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആക്ച്വലി ഈ ഒരു ജുവനൈൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ ആൻസർ ആവാതിരുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ജുവനൈൽ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫോർമൽ ലീഗൽ ഡോക്ട്രിൻ അല്ല നമ്മുടെ ജുവനൈൽ പ്രിവിലേജ് എന്ന് പറയുന്നത്.
While juveniles have certain protections, they are not referred to as privileges in this context. അതായത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം, പക്ഷെ അതിന്റെ ഒരു പ്രിവിലേജിലാണ് എന്നൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഫോർമൽ ലീഗൽ ഡോക്ട്രിൻ അല്ല. ഇനി IPC എന്താണ്? ദിസ് സ്റ്റാൻഡ്സ് ഫോർ ദ ഇന്ത്യൻ പീനൽ കോഡ്. അതാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്നൊക്കെ പറയില്ലേ. സോ ഇന്ത്യൻ പീനൽ കോഡ് which is the official criminal code of India covering substantive aspects of the criminal law. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് ആണ് IPC എന്ന് പറയുന്നത് കേട്ടോ. IPC എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ആണ്. അടുത്തത് CRPCന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. എന്താണ് CRPC? എന്താണ്? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അല്ലെ? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. So which provides the machinery for the investigations and trial of crimes in India. അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് അതിന്റെ ഫുൾ ഫോം മാത്രം പഠിച്ചാൽ മതി. IPC ഇന്ത്യൻ പീനൽ കോഡ് ആണ്, ആൻഡ് CRPC എന്ന് പറയുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണ് എന്ന കാര്യം മാത്രം ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനോട്ട് പോവാം. നോക്കിക്കേ, select the term used to describe the process that individual use to manage and adapt to challenges and stressors in life. അപ്പൊ ഇത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. സെലക്ട് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ദാറ്റ് ഇൻഡിവിജ്വൽ യൂസ് ടു മാനേജ് ആൻഡ് അഡാപ്റ്റ് ടു ചലഞ്ചസ് ആൻഡ് സ്ട്രെസ്സേഴ്സ് ഇൻ ലൈഫ്. അല്ലെ, ഇൻഡിവിജ്വൽ എന്താണ്? ഇൻഡിവിജ്വൽ യൂസ് ടു മാനേജ് ആൻഡ് അഡാപ്റ്റ് ടു ചലഞ്ചസ് ആൻഡ് സ്ട്രെസ്. അതായത് നമുക്കൊരു സ്ട്രെസ്സോ സ്ട്രെയിൻ ഒക്കെ വരുന്ന സമയത്ത് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? അതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു. അതിനെ പറയുന്ന ആ ഒരു കാര്യത്തെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസം ഏതാണെന്നുള്ളതാണ്. എന്തായാലും പ്രൊജക്ഷൻ അല്ല എന്നറിയാം, റിഗ്രഷൻ അല്ല എന്നറിയാം, അവോയ്ഡൻസ് മെക്കാനിസം അല്ല എന്നറിയാം. എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ? അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം തന്നെയാണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഡിഫൻസ് മെക്കാനിസം ഒക്കെ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് ആക്ച്വലി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് റിഗ്രഷൻ, എന്താണ് റിപ്രഷൻ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ മറ്റൊരാളുടെ തോളിൽ ഇടുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് എന്റെ തെറ്റുകൊണ്ടല്ല, ഇത് ഇവളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാനും ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഒരു പ്രൊജക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ റിസർച്ച് ചിലപ്പോൾ പൊട്ട തെറ്റാണെങ്കിൽ നമ്മുടെ മാനേജറോ നമ്മുടെ ടീച്ചറോ ഒന്ന് നമ്മളെ ചീത്ത പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ പ്രൊജക്ട് ചെയ്തത് ഞാനല്ല, അത് ഇവളാ ചെയ്തത്, അപ്പൊ അവളുടെ തലയിൽ ഇട്ടു അത്, അല്ലെ? അപ്പൊ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ തെറ്റ് നമ്മൾ മറ്റൊരാളിൽ ഇടുന്നു, അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പോവുക എന്നാ. പുറകിലോട്ട് ഗോ ബാക്ക് എന്ന് മാത്രം അലയിച്ചാൽ മതി. സോ അതെന്ന് പറയുമ്പോ ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഭയങ്കര കെയർ ഒക്കെ ചെയ്ത് ലാളിച്ചിട്ടാണ് വളർത്തിയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു സെക്കൻഡ് ചൈൽഡ് ആവുന്ന സമയത്ത്, അതായത് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് മൂത്ത കുട്ടിയോട് ഒരു കെയർ ഇല്ലാത്തൊരവസ്ഥ അവന് തോന്നുവാണ്, അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ കുട്ടിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിനെ പോലെ കാണിക്കും, അല്ലെ? അതായത് ഒരുപാട് ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, ഇവൻ ജനിച്ച പിന്നെ ഇവൻ എന്റെ ബാക്കിൽ തന്നെയാണെന്നൊക്കെ പറയും, അതായത് അമ്മയുടെ ബാക്കിൽ തന്നെയാണെന്നൊക്കെ പറയും. അതായത് എന്താ, കുട്ടിക്ക് കെയർ വേണ്ടത്ര കിട്ടാതാവുന്ന സമയത്ത് ഒരുപാട് ചെറിയ കുട്ടിയെ പോലെ കാണിക്കുവാണ്. അപ്പൊ ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയല്ല. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഈ ഗോ ബാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ പുറകിലോട്ട് പോവുക മീൻസ് വലിയ കുട്ടി എന്ത് ചെയ്യുന്നു? ചെറിയ കുട്ടിയെ പോലെ കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ അൺകോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ ഇതുപോലുള്ള ഡിഫൻസ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. ഇനി ഒരുപാട് ഡിഫൻസ് മെക്കാനിസം നമുക്ക് ആക്ച്വലി പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ടീച്ചർ എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ മീൻസ് ഒരു ടീച്ചർ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ മീനിങ്? സോ എ ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ദ ടീച്ചിങ്, അതാണോ? എ ടീച്ചർ ഹു കെയർസ് ഹിസ് ഓർ ഹെർ ചിൽഡ്രൻ, അതാണോ? എ ടീച്ചർ ഹു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് സ്റ്റുഡൻസ് ആൻഡ് മേക്ക് കമന്റ്സ്, അതാണോ? എ ടീച്ചർ ഹു ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് അതർ ടീച്ചേഴ്സ് ആൻഡ് മേക്ക് സജഷൻസ്. ഇതിൽ എന്താണ് ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മളിപ്പോ BEd കഴിഞ്ഞവരാണ് എല്ലാവരും, അല്ലെ? CTET പഠിക്കുന്ന എല്ലാവരും BEd കഴിഞ്ഞവരാണ്. അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഒരു റിഫ്ലക്റ്റീവ് ഡയറി നമ്മൾ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റീവ് ജേർണൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതെന്താണ്? നമ്മളെ കുറിച്ച് സ്വയം വിലയിരുത്തുന്ന ഒരു ഡയറി ആണ് ആ ഒരു റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്, അല്ലെ?
അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഞാനിപ്പോ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ സ്റ്റുഡൻസിന് എത്രത്തോളം മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തില്ല, എന്തൊക്കെയാണ് എന്റെ മിസ്റ്റേക്സ് വന്നത്, അല്ലെങ്കിൽ നാളെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ നമ്മളെ കുറിച്ച് തന്നെ ഒരു വിലയിരുത്തലാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അല്ലെ. സോ എന്താണ് എ ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ദ ടീച്ചിങ്. അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊന്നും റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ, ഒരു ടീച്ചർ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആയിരിക്കണം എന്ന കാര്യം നമ്മുടെ സിലബസിൽ ഇല്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ പഠിക്കണം എന്ന കാര്യം തന്നെ നമുക്ക് അറിയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അത് നമ്മുടെ മൈൻഡിലോട്ട് എത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മുടെ എന്തായാലും CC-യിൽ പുതിയ ബാച്ച്, നമ്മൾ ഈ CTET-നായിട്ട് പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. 8589083568 എന്നുള്ള ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റും കൂടെ ചെയ്യാം. CTET എങ്ങനെ പഠിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ മറക്കണ്ട, ജൂൺ 10-ാം തീയതി, ഓക്കെ, ജൂൺ 10-ാം തീയതി ഈ CTET-ന്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിലെ പഠിക്കാൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതിന്റെ ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ജൂൺ 10-ാം തീയതിയാണ് ഞാനാണ് വരുന്നത്. 7 to 8 തന്നെ ആയിരിക്കും, രാത്രി 7 മണിക്കായിരിക്കും നമ്മുടെ ഈ ഒരു വെബിനാർ സെഷൻ. സോ അതിൽ പങ്കെടുക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. സോ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ഫ്രീ വെബിനാർ സെഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ മാത്രം ചെയ്യാം. അപ്പൊ ആ ഒരു വെബിനാറിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, പല ഡൗട്ട്സും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു വെബിനാറിലൂടെ തന്നെ അതെല്ലാം പരിഹരിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു വെബിനാർ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ മറക്കണ്ട, ജൂൺ 10-ാം തീയതിയാണ്. പിന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചാണ്. സോ ഈ ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PDF, റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ CC ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നന്നായിട്ട് എന്തായാലും പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.